ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സാധാരണ എൻ്റെ ഒരു ഞായറാഴ്ച എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ അമ്മയേട്ടന് UK നിന്നും ഗൾഫിൽ നിന്നെല്ലാം വരലായി. അപ്പോൾ വീട് മൊത്തത്തിൽ അലങ്കോലമായിട്ടുള്ളത്. അവർ കുറേ കാലമായി പറയുന്നു ഒന്ന് വീട് ക്ലീൻ ആക്കണേന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും വീട് ക്ലീൻ ആക്കി വെച്ചു. അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വെച്ചു. പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് എന്തിനാണ് ഇതെല്ലാം നമ്മളോട് പറയുന്നത്, നിന്റെ വീടല്ലേ, നീ ക്ലീൻ ആയിക്കൂടെയെന്ന്. പിന്നെ ഞാനതിന് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ പഠിപ്പെല്ലാം കഴിഞ്ഞ് ഞാൻ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുമെന്ന്. അതുപോലെ എന്നെ പോലെ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന കുറേ പിള്ളേരുണ്ടാകാം, അവർ വീഡിയോ കാണുന്നുണ്ടാകാം. ആ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ട് അവർക്കും വീട് ക്ലീൻ ആക്കാൻ തോന്നിയില്ലെങ്കിലോ, അതൊരു നല്ല കാര്യമല്ലേ. പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ ബ്ലോഗായിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ എൻ്റെ സന്തോഷം ഇങ്ങനെയാന്ന് ഒരു ബ്ലോഗായിട്ട് ഇട്ട് അതൊരു യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റ് ചെയ്യലാണ് എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം കിട്ടുന്നത് നോക്കുമ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മുകളിലത്തെ റൂമെല്ലാം ക്ലീൻ ആക്കിയിട്ട് താഴേക്ക് വരാം. അപ്പോൾ ഒന്നാമത്തെ പണി എന്ന് വെച്ചാൽ ഈ റൂമിന്റെ ബെഡ്ഷീറ്റ് മാറ്റണം, അലക്കാനിടണം, അതുപോലെ തന്നെ അടിച്ചു വരണം, തുടക്കണം, പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ റൂമിന്റെ പണിയായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് പോകാം. അടിച്ചു വാരിയിട്ടെല്ലാം കഴിഞ്ഞു. അപ്പൊ അടിച്ചു വാരി കഴിഞ്ഞ് നിൽക്കുമ്പോൾ അമ്മമ്മേനെ കണ്ടത്. അപ്പൊ അമ്മമ്മക്ക് എന്റെ പണിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടാവുമല്ലോ. അപ്പൊ എന്നാ കേൾക്കാം. അമ്മമ്മ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്ത് പറയാ? ഇനി അകം അടിച്ചു വാരിക്കോ, എന്നിട്ട് തുടച്ചോ. എന്നിട്ട് നീ അമ്മമ്മ പണിയെ കുറിച്ച് പണി എടുത്താ നല്ല പണിയാണ്. എടുത്തില്ലെങ്കിൽ ഒരു പണി എടുക്കൂല. പാട്ട് കേട്ട് ടിവിയും കണ്ടിരിക്കും. അപ്പൊ നമുക്ക് അമ്മമ്മേനെ കുറിച്ച് അധികം പറയിപ്പിച്ച അമ്മമ്മനെ കുറിച്ച് അധികം പറയും. അപ്പം അത്രയില്ല. അമ്മമ്മ ടാറ്റ പറ. ടാറ്റ. അപ്പൊ നമ്മൾ അടിച്ചെല്ലാം വാരി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ബെഡ്ഷീറ്റ് അലക്കാനുണ്ട്. അപ്പൊ അതുകൂടെ കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ വാഷിംഗ് മെഷീൻ. കുറച്ച് പഴയതാണ്, എന്നാലും നമ്മളിത് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ എൻ്റെ അപ്പുറത്തെ വീടാണ്. അപ്പോൾ ഇത്ര അടുത്താണ് നമ്മളെ വീട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഡ്രസ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പണി മൊത്തത്തിൽ കഴിഞ്ഞു. അപ്പം അത്രയുള്ളൂ. മേക്കപ്പ് ഇട്ടാൽ ഞാനാരും, മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഞാനാരും. ഇത് ഏതാ അണ്ണാച്ചിക്കോല. വാഷിംഗ് മെഷീൻ ഓണാക്കി നമുക്ക് മിക്സഡിൽ വെക്കാം, സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ എൻ്റെ വാഷിംഗ് മെഷീൻ ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ആക്കിയാൽ മാത്രം നമ്മൾ വാഷിംഗ് മെഷീൻ ഓണാവില്ല. തട്ടിക്കൊടുത്ത പാടെ എൻ്റെ വാഷിംഗ് മെഷീൻ പണി തുടങ്ങി. അപ്പൊ ഇന്നത്തെ എൻ്റെ വീട്ടുപണിയെല്ലാം തീർന്നു. പിന്നെ അമ്മമ്മ പറഞ്ഞ പോലെ ഞാൻ വലിയ വീട്ടുപണിയൊന്നും എടുക്കുന്ന ഒരാളൊന്നുമല്ല. പിന്നെ പണിയെടുക്കാൻ തുടങ്ങിയാൽ കുറച്ച് നല്ല വൃത്തിക്ക് എടുക്കാനും ചെയ്യും. പിന്നെ ഇനി വൈകുന്നേരത്തെ ഒരു മിറ്റം കൂടി അടിച്ചു വാരി കഴിഞ്ഞാൽ മൊത്തത്തിൽ തീർന്നു. പിന്നെ പറയാനുള്ളത് പിന്നെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാർ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബും കൊണ്ട് ചെയ്തൂടെ. കാരണം ഒരു തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് നിങ്ങൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന കാണുമ്പം സന്തോഷമായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ പറ്റിയാൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ പറയാനുള്ളത് പിന്നെ അത്രയേ ഉള്ളൂ പറയാൻ. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.